ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ വൈറലായിട്ടുള്ളൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യണ ഒരു വീഡിയോ ആണ്. ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടൊരു ഫേസ് പാക്കാണ്. ഷിഹാന ഷാസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനലാണ്. അവർ ഷെയർ ചെയ്തിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അത് എന്താണ്, ഈന്തപ്പഴത്തിൻ്റെ ഒരു വീഡിയോ ആണ്. ഈന്തപ്പഴമാണ് ഫേസ് പാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് അവർ. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് നല്ലോണം ടാനിങ് മാറും, നല്ലോണം സ്കിൻ നല്ല വൈറ്റനാകും, ബ്രൈറ്റ് ആകും എന്നൊക്കെയാണ്. അതും ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആകും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ആ ഫേസ് പാക്ക് എവിടെയൊക്കെ ഇടുന്നോ അവിടെയൊക്കെ നല്ലോണം നിറം വയ്ക്കും എന്നാണ് പറയുന്നത്. അതും നല്ല പെർമനൻ്റ് ആയിട്ട് തന്നെ നിറം വയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വയ്ക്കോ വെക്കില്ലേ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവരുടെ തമ്മിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നിറമൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും വർക്കിംഗ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് ഭയങ്കര ഷോക്കിംഗ് റിസൾട്ടായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നല്ലോണം നിറം വെച്ചു ഗൈസ്. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നിറം വെച്ചു. നല്ല ഫേസ് പാക്കാണ് കേട്ടോ അവർ നമുക്ക് ഷെയർ ചെയ്തത്. എന്തായാലും നല്ല ഫേസ് പാക്കാണ്. എനിക്ക് പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ഫേസ് പാക്കൊക്കെ എനിക്ക് നല്ലോണം ആപ്റ്റാണ് എൻ്റെ സ്കിന്നിന്. അതുകൊണ്ട് കുറച്ചും കൂടി നല്ല ഫേസ് പാക്കായിരുന്നു. പിന്നെ നല്ല ഗ്ലോ വെച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അധികം വെച്ച് നീട്ടണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇത്രയും Our hearts beat to the city streets. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈന്തപ്പഴമാണ്. ഞാനിവിടെ ഒരു 5-6 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടിയുള്ള ഈന്തപ്പഴം ആയിപ്പോയി എൻ്റെ. നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത ഇങ്ങനെ പ്ലം പോലെ ഇരിക്കുന്ന ഈന്തപ്പഴം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഞാൻ കുറച്ച് പാലൊഴിച്ച് 1 മണിക്കൂർ വരെ സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. കുരു കളഞ്ഞിട്ട് ഈ പാലൊഴിച്ച് സോക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, പെട്ടെന്ന് കുതിർന്നൊക്കെ കിട്ടും. പിന്നെ ഇത് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. അത് അരച്ചെടുത്തിട്ട് ഞാൻ അടുത്തത് ഇടുന്നത് പച്ചരിയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാവുന്ന പച്ചരി ഉണ്ടല്ലോ, പച്ചരി ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചെടുത്താണ് നല്ലോണം ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. തരിയൊന്നും പാടില്ല. എന്നിട്ട് അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. 1 ടീസ്പൂൺ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ആഡ് ചെയ്യാൻ പറയുന്നത് തൈരാണ് കേട്ടോ. നല്ല കട്ട തൈരാണ് ആഡ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ എൻ്റെ കുറച്ച് ലൂസായി പോയി. ഏത് തൈരായാലും കുഴപ്പമില്ല, പക്ഷേ കട്ട തൈരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കട്ടത്തൈരല്ല ലൂസ് തൈരും ഇട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു തൈരല്ല എന്താണ് പാൽപ്പൊടിയും കൂടി ഇട്ടാൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുമെന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ പാൽപ്പൊടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇത്രയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. പിന്നെ ആ വീഡിയോയിൽ പാൽപ്പൊടി ഇട്ടിട്ടുണ്ടായില്ല, ഒരു ഓപ്ഷൻ പറഞ്ഞതേ ഉള്ളൂ. കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ പാൽപ്പൊടിയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ഇട്ടില്ല. എന്നിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാനിത് ഒരു സൈഡ് മാത്രമേ അപ്ലൈ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തോരം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണതിന് മുന്നേ മുഖം നല്ലോണം വൃത്തിയാക്കി കഴുകിയിരിക്കണം. അതെന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമേ അപ്ലൈ ചെയ്യണുള്ളൂ. പിന്നെ ഒരു കയ്യിലും മാത്രമേ അപ്ലൈ ചെയ്യണുള്ളൂ കേട്ടോ. പിന്നെ ഇത് കണ്ണിൻ്റെ സൈഡിലൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിട്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൽ എന്താണ് ഈന്തപ്പഴമൊക്കെ ഉള്ളതാണല്ലോ. ഈന്തപ്പഴത്തിൻ്റെ ഫേസ് പാക്ക് ആയതുകൊണ്ട് ഈന്തപ്പഴത്തിലുള്ള വൈറ്റമിൻ എ ഒക്കെ നല്ലതാണ് സ്കിന്നിന്. ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നിനെ ഒന്ന് റിപ്പയർ ചെയ്യാൻ നല്ലതാണ്. സ്കിന്നിന് നല്ല ഗ്ലോ കൊണ്ടുവരും, ടാനിങ് ഒക്കെ മാറ്റും. എല്ലാം കൊണ്ടും നമ്മുടെ ഫേസിനും സ്കിന്നിനൊക്കെ ഈന്തപ്പഴം നല്ലതാണ്. അപ്പം ഞാനിനി ഒരു കയ്യിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ മനസ്സിലാവുമല്ലോ, കയ്യിലെ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഒരു 3/4 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ഇത് ഭയങ്കര ഡ്രൈ ആവാൻ നിൽക്കണ്ട, ഒരു സെമി ഡ്രൈ ആകുമ്പോഴേക്കും കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഞാനൊന്നൊരു ചെറിയൊരു മസാജ് കൊടുത്തിട്ടാണ് കഴുകിക്കളയുന്നത്. അവർ പറയുന്നുണ്ട് ഓൾറെഡി ആ വീഡിയോയിൽ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം കഴുകിക്കളയാനെന്ന്. ഇങ്ങനെ വെറുതെ അങ്ങോട്ട് കഴുകിക്കളയരുത്, കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യുക എന്നിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ എടുത്ത് തരുന്ന അനീതിയാണ്. അപ്പോൾ അവളോട് ഞാനിങ്ങനെ ചോദിക്കണേന്ന് റിസൾട്ട് ഇല്ലേ, നല്ല രസമില്ലേ എന്നൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞു റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു സൈഡ് നല്ല വിസിബിളായിട്ട് റിസൾട്ട് ഉണ്ടായിരുന്നു. ഒരു സൈഡ് ഇങ്ങനെ ഡള്ളായിട്ടും ഒരു സൈഡ് നല്ല ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കയ്യിലെ റിസൾട്ട് നല്ലോണം അറിയാമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് ടാനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യിലെ റിസൾട്ട് നല്ലോണം അറിയാമായിരുന്നു. അപ്പോൾ കയ്യിലും ഇതേപോലെ തന്നെ ഞാൻ നല്ലോണം മസാജ് ചെയ്തിട്ടാണ് കഴുകി കളയണത്. കണ്ടോ, 2 കൈയും കൂടി നോക്കുമ്പോൾ കണ്ടില്ലേ ഗൈസ്, നല്ല റിസൾട്ട് ഉണ്ട്. ഒരു കൈ ഭയങ്കര ടാൻ
ടാൻ അടിച്ചിരിപ്പുണ്ട്. പക്ഷേ ഒരു കൈ നമ്മൾ ഫേസ് പാക്ക് ഇട്ട കൈ നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. കുറച്ച് നല്ല നിറം വെച്ചിരിപ്പുണ്ട്. നല്ല ബ്രൈറ്റനായിട്ടോ, സ്കിൻ നല്ല ബ്രൈറ്റനായി. പിന്നെ ആ വീഡിയോയിൽ പറഞ്ഞത് വളരെ ശരിയാണ്, നല്ലോണം ബ്രൈറ്റനായിട്ടുണ്ട് ഫേസ്. പിന്നെ കൈയുടെ തന്നെ റിസൾട്ട് കണ്ടില്ലേ ഗൈസ്? ഒരു കൈ ഇടാത്ത കൈ ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നു. കറുത്ത് മീൻസ് ടാൻ അടിച്ചിരിക്കുന്നു. പിന്നെ ഒരു കൈ ഇട്ട കൈ ഭയങ്കര നിറം വെച്ചിരിപ്പുണ്ട്. നല്ലൊരു ഗ്ലോയും ബ്രൈറ്റ്നെസ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്, അടിപൊളിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ഒന്ന് ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളിയാണ്. അത്യാവശ്യം നല്ലോണം തന്നെ നിറം വയ്ക്കും. നല്ല സ്കിൻ നല്ല ബ്രൈറ്റൻ ആവും കേട്ടോ. അപ്പോൾ നല്ല ഒരു ഫേസ് പാക്കാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.